ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. ഇലഞ്ഞിക്കോട് ഗവൺമെന്റ് കോഓപ്പറേറ്റീവ് LP സ്കൂളിൽ കുട്ടികൾക്ക് ഉല്ലസിക്കാൻ വർണ്ണക്കൂടാരം ഒരുങ്ങി. കുട്ടികളുടെ സർഗ, കലാ, ഭൗതിക വികാസം ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രത്യേക പദ്ധതിയാണ് വർണ്ണക്കൂടാരം. എഴുകോൺ ഗ്രാമപഞ്ചായത്തും സമഗ്ര ശിക്ഷ കേരളയും ചേർന്നാണ് 13 ഉല്ലാസ ഇടങ്ങൾ യാഥാർത്ഥ്യമാക്കിയത്. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെയും യോഗം ചേർന്നു. അപാകതകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഏജന്റുമാർ എന്നിവരുടെ യോഗം അതാത് പോളിംഗ് സ്റ്റേഷനുകളിൽ വിളിച്ചു ചേർക്കാനും 18 വയസ്സ് പൂർത്തിയായവരെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് തീവ്ര ശ്രമം നടത്താനും യോഗം തീരുമാനിച്ചു. ജില്ലാ കളക്ടർ N. ദേവിദാസ് അധ്യക്ഷനായി. ചവറ ടൈറ്റാനിയം ഭാഗത്ത് തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ പിടിച്ചെടുത്തു. 3 ബോട്ടുകളാണ് ഫിഷറീസ് അധികൃതർ പിടികൂടിയത്. നീണ്ടകര ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം മറൈൻ എൻഫോഴ്സ്മെന്റാണ് പരിശോധന നടത്തിയത്. തീരത്തോട് ചേർന്ന് ട്രോളിംഗ് നടത്തുന്നത് KMFR ആക്ട് പ്രകാരം നിയമവിരുദ്ധമാണ്. യാനങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വീതം പിഴ ചുമത്തി. ബോട്ടുകൾക്ക് 2.5 ലക്ഷം രൂപ വീതം പിഴ ചുമത്തി. മത്സ്യം ലേലം ചെയ്ത് 20,000 രൂപ ഈടാക്കുകയും ചെയ്തു. സുരക്ഷിത ഇന്റർനെറ്റ് ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടന്ന ക്യാമ്പയിനോടനുബന്ധിച്ച് ജില്ലയിലും പ്രത്യേക ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഇന്റർനെറ്റിന്റെ സുരക്ഷിതവും ഉത്തരവാദിത്തത്തോടെയുമുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവബോധം വളർത്തുന്നതിനുമായി ഗവൺമെന്റ് ജീവനക്കാർക്കായി ജില്ലാ ഇൻഫർമാറ്റിക്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാല ജില്ലാ കളക്ടർ N. ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിന്റെ 9ാം ചരമവാർഷിക ദിനത്തിൽ ജന്മനാടായ ചവറയിൽ വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ONV സ്മൃതി ദിനത്തിൽ രാവിലെ കവിയുടെ ജന്മഗൃഹമായ നമ്പ്യാടിക്കൽ തറവാട്ടിലെ സ്മൃതി കുടീരത്തിലും എഴുത്തുപുരയിലും പുഷ്പാർച്ചന, സമൂഹ പ്രാർത്ഥന, കവിതാലാപനം എന്നിവ നടന്നു. അനുസ്മരണ സമ്മേളനം, കാവ്യാർച്ചന, സാംസ്കാരിക സമ്മേളനം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. പെരുമൺ പേഴുന്തുരുത്ത് ശ്രീഭദ്രാദേവി ക്ഷേത്രത്തിലെ മകരത്തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി തിടമ്പേറ്റിയ ആനകൾ അഷ്ടമുടിക്കായലിലെ ഇടച്ചാൽ കയറുന്ന ചടങ്ങിന് ഇക്കുറിയും ആയിരങ്ങൾ സാക്ഷിയായി. കരിവീരന്മാരുടെ കാലുകളിൽ ബന്ധിച്ച ഇരുമ്പ് ചങ്ങലയുടെ കിലുക്കം അഷ്ടമുടിയുടെ ഓളങ്ങളിൽ ലയിച്ചു. ഉത്സവ ചടങ്ങിന്റെ ഭാഗമായ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലേക്ക് മടങ്ങിയെത്തുമ്പോഴാണ് ദേവിയുടെ തിടമ്പേറ്റിയ ആനകൾ അഷ്ടമുടിക്കായലിലെ ഇടച്ചാൽ മുറിച്ചു കിടക്കുന്ന ചടങ്ങ്. ഇടച്ചാൽ പാലം വരുന്നതിനു മുൻപ് ഇടച്ചാൽ കായൽ നീന്തിക്കയറിയാണ് ആനകൾ അമ്പലത്തിലേക്ക് എത്തിയിരുന്നത്. ആ ഓർമ്മയ്ക്കാണ് ഉത്സവ ചടങ്ങിന്റെ ഭാഗമായി ഇപ്പോഴും പഴയ രീതി തുടരുന്നത്. 7 ആനകൾ പങ്കെടുത്ത ഇത്തവണത്തെ എഴുന്നള്ളത്തിൽ 5 ആനകളാണ് ഇടച്ചാൽ മുറിച്ചു കിടന്നത്. നെറ്റിപ്പട്ടം കെട്ടി തിടമ്പേറ്റിയ കരിവീരന്മാർ ഇടച്ചാൽ മുറിച്ചു കിടക്കുന്ന അപൂർവ ദൃശ്യത്തിന് സാക്ഷിയാകാൻ വിദേശ വിനോദസഞ്ചാരി സംഘങ്ങളും എത്തിയിരുന്നു. ദേശീയപാത 744 പുനലൂർ മുതൽ ആര്യങ്കാവ് വരെയുള്ള ഭാഗത്ത് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കാൻ കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ ആര്യങ്കാവിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഒരു അയ്യപ്പ ഭക്തൻ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ച് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിൽ പുനലൂരിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ഈ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഈ മേഖലയിൽ റോഡ് സുരക്ഷാ ഓഡിറ്റ് നടത്തിയിരുന്നു. റോഡ് സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിനായി PWD ദേശീയപാത വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിലെ തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായാണ് അവലോകന യോഗം ചേർന്നത്. വളർത്തുമൃഗങ്ങളുടെ ചികിത്സയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുള്ള മൊബൈൽ ടെലി വെറ്ററിനറി യൂണിറ്റ് ജില്ലാ മൃഗാശുപത്രിയിൽ പ്രവർത്തനനിരതമായി. അടിയന്തര ഘട്ടങ്ങളിൽ അനിവാര്യമായ ആധുനിക മൃഗചികിത്സാ സേവനം വീട്ടുമുറ്റത്തെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൊബൈൽ യൂണിറ്റ് സജ്ജമാക്കിയത്. മൃഗങ്ങളെ ഉയർത്താനുള്ള ലിഫ്റ്റിംഗ് മെഷീൻ, പോർട്ടബിൾ എക്സ്റേ യൂണിറ്റ്, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ജീവൻ രക്ഷാ മരുന്നുകൾ, ശസ്ത്രക്രിയാ സൗകര്യങ്ങൾ എന്നിവ ആംബുലൻസിൽ ലഭ്യമാണ്. രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ് സേവനം. ജില്ലാ വൃത്താന്തം സമാപിച്ചു.